കോട്ടയം സ്വദേശി അനന്തു അജിയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ തീരുമാനം. RSS ക്യാമ്പുകളിൽ ലൈംഗിക ചൂഷണം നേരിട്ടെന്നായിരുന്നു അനന്തുവിന്റെ ആത്മഹത്യാ കുറിപ്പ്. കോട്ടയം തമ്പലക്കാട് സ്വദേശി അനന്തു അജി ഈ മാസം ഒക്ടോബർ 9 തമ്പാനൂരിലെ ലോഡ്ജിലാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. RSSന്റെ OTC ശാഖകളിൽ പങ്കെടുത്തിരുന്നയാളാണ്. 4 വയസ്സ് മുതൽ ശാഖകളിൽ വച്ച് താൻ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് അനന്തു ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്തിട്ട മരണക്കുറിപ്പിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സമയം മരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി വിവരങ്ങൾ ആത്മഹത്യാ കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ടാണ്, സാമൂഹ്യ മാധ്യമത്തിലൂടെ ആളുകളെ അറിയിച്ചുകൊണ്ടാണ് അനന്തു ആത്മഹത്യ ചെയ്തത്. ദീർഘനാൾ RSS പ്രവർത്തകനായിരുന്നു താൻ. 4-ാം വയസ്സ് മുതൽ RSS ക്യാമ്പുകളിലും RSS ശാഖകളിലുമൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അത്തരമൊരു കുടുംബ പശ്ചാത്തലം കൂടിയുള്ള ആളാണ്. വലിയ പീഡനമാണ് RSSന്റെ ക്യാമ്പുകളിൽ നടക്കുന്നത്. ഇപ്പോഴും നിരവധി കുട്ടികൾ അത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ശാരീരികമായി ലൈംഗിക പീഡനത്തിനപ്പുറത്തേക്ക് ശാരീരികമായ ഉപദ്രവവും ദണ്ടുപയോഗിച്ചുള്ള മർദ്ദനവുമൊക്കെ പലർക്കും കേൾക്കേണ്ടി വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും പുറത്തു വരണം. RSSകാരായ ആരെയും വിശ്വസിക്കരുത്, സ്വന്തം പിതാവാണെങ്കിൽ പോലും വിശ്വസിക്കരുത് തുടങ്ങി RSSന് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അനന്തു ആത്മഹത്യ ചെയ്തത്. അസ്വാഭാവിക മരണത്തിനാണ് തമ്പാനൂർ പോലീസ് നേരത്തെ കേസെടുത്തത്. കോട്ടയത്തും CPM-ഉം DYFI-യും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസിന് നൽകിയിട്ടുണ്ട്. തമ്പാനൂർ പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് ഈ ലൈംഗിക പീഡന കുറ്റം കൂടി, ഇതിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി പ്രതികൾക്കെതിരെ ചുമത്തുകയാണ്. പ്രതികളുടെ ആരുടെ പേരെടുത്ത് പറയാൻ ഇപ്പോൾ ഓർമ്മയില്ല എന്നാണ് അനന്തു തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഗുരുതരമായ സംഭവമായതുകൊണ്ട് അത്തരത്തിൽ അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. ദേശീയതലത്തിലെ മരണവാർത്ത, ഈ ആത്മഹത്യാ വാർത്ത ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുമുണ്ട്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കുട്ടികളെ RSSന്റെ ക്യാമ്പുകളിൽ, OTC ക്യാമ്പുകളിൽ അടക്കം അയക്കുന്നത് കേരളത്തിൽ വലിയ രീതിയിൽ പ്രചാരത്തിലുള്ളൊരു കാര്യമാണ്. രാജ്യത്തിന് ഏറ്റവും അധികം RSS ശാഖകളുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം. അവിടെ ഇത്തരത്തിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുവെന്നും അതീവ ഗുരുതര സ്വഭാവമുള്ള വിഷയമായി ദേശീയതലത്തിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് അടക്കം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. സംസ്ഥാനത്ത് നേരത്തെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള വിഷയം ഉന്നയിച്ച് പോലീസിൽ പരാതി നൽകുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിൽ ഉയർന്നു വരുന്നുണ്ട്. RSSന്റെ ഔദ്യോഗിക പ്രതികരണമോ സംസ്ഥാനത്തെ BJPയുടെ ഔദ്യോഗിക പ്രതികരണമോ വിഷയത്തിൽ ഇനിയും ഉണ്ടായിട്ടില്ല. അനന്തുവിന്റെ കുടുംബാംഗങ്ങളും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ ചില RSS ഹാൻഡിലുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ ഗുരുതര സ്വഭാവമുള്ള വിഷയമായി തന്നെയാണ് സംസ്ഥാനത്ത് പോലീസ് ഇതിനെ കാണുന്നതും അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ RBIയുടെ ചട്ടങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. നിക്ഷേപ തുക ഉപയോഗിച്ച് BLM തൃശൂരിലെ രാഗം തിയേറ്റർ വാങ്ങിയതിന്റെ രേഖകൾ ന്യൂസ് 18 കിട്ടി. തൃശൂർ സ്വദേശിയായ വ്യവസായിയിൽ നിന്ന് 50 സെന്റ് സ്ഥലവും കെട്ടിടവും 70 കോടി രൂപയ്ക്കാണ് BLM വാങ്ങിയത്. പിന്നീട് ഈ സ്ഥലം ഈടുവെച്ച് ചെന്നൈയിലെ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് 50 കോടി രൂപ വായ്പ എടുത്തതായും EDക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. BLMന്റെ കള്ളപ്പണ ഇടപാടുകൾക്കൊപ്പം ഇത്തരം സാമ്പത്തിക തിരിമറികളും അന്വേഷണ പരിധിയിലാണ്. തൃശൂർ നഗരഹൃദയത്തിലുള്ള രാഗം തിയേറ്ററും 50 സെന്റോളം സ്ഥലവും 2024 ഒക്ടോബറിലാണ് BLM വാങ്ങിയത്. നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ച 70 കോടി 50